Hi students, welcome to ASF Academy. I am Femi. Today we discussed about detection and prevention of fraud. ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒബ്ജക്റ്റീവ് ഓഡിറ്റും അതിലെ എറേഴ്സിൽ ക്ലറിക്കൽ എറർ, ടെക്നിക്കൽ എറർ അതെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ സെക്കൻഡറിയിൽ വരുന്നതിൽ അടുത്ത സെക്കൻഡ് ആണ്. ഫസ്റ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് പറഞ്ഞു, സെക്കൻഡറി ഒബ്ജക്റ്റീവ് രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും ഒന്ന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡും. എറേഴ്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്താണ് ഡിറ്റൻഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്? ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാൾസ് റിപ്രസെന്റേഷൻ. ഇന്റൻഷനലി എറേഴ്സ് നമ്മൾ പറഞ്ഞപ്പോൾ അൺഇൻറ്റൻഷനലി ആണെന്ന് പറഞ്ഞിരുന്നു. ബൈ മിസ്റ്റേക്ക് അല്ലെ കെയർലെസ് കൊണ്ട്, നെഗ്ലിജൻസ് കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഇന്നസെന്റ് ആയി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ അങ്ങനെ എന്തൊരു നമുക്കൊരു ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫാൾസ് ആക്ടിവിറ്റീസ് ആണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇന്റൻഷനലി ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്റൻഷനലി നമ്മൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട്, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് ഫ്രോഡ്. ഇന്റൻഷനലി മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആണ് ഫ്രോഡ് എന്ന് പറയുന്നത്. മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ്സ് ആവാം അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആവാം. ഇപ്പൊ നമ്മളിവിടെ ഫ്രോഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? റെക്കോർഡ്സിലോ ഡോക്യുമെന്റ്സിലോ എന്തെങ്കിലും മാനിപ്പുലേഷൻ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓഡിറ്ററുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് ആണ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്. എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് ബിസിനസ്സിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് വെരിഫൈ ചെയ്ത് എൻഷുർ ചെയ്യേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രോഡ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രോഡ് നോക്കാം. മെയിൻ ആയിട്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഫ്രോഡിൽ. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, പിന്നെ എന്താണ്? ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഒന്ന് ക്യാഷിൽ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ കാണാം, അല്ലെങ്കിൽ ഗുഡ്സിൽ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യുക. ഓക്കെ, അതില് ഫസ്റ്റ് വൺ ആണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. ക്യാഷിൽ എന്തെങ്കിലും തിരിമറി നടത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രോഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പിലുണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക എന്ന് പറഞ്ഞത് എന്തൊരു ഓഡിറ്ററുടെ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. അപ്പോൾ ഒരു ബിഗ് കൺസേൺ, ചെറിയൊരു കൺസേൺ ആണ്, ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതിന്റെ ഓണറിന് അത് ചെക്ക് ചെയ്യാണ്ട്. പക്ഷെ ഒരു ബിഗ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിന് വളരെ സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അവിടുത്തെ ഓണർ അല്ലെ പ്രൊപ്പറേറ്റർക്ക് ഒരിക്കലും അവിടുത്തെ ക്യാഷിന്റെ അല്ലെങ്കിൽ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ മേൽ ഡയറക്റ്റ് ടച്ച് ഉണ്ടാവില്ല. അവിടുത്തെ എംപ്ലോയീസ് ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതൊക്കെ ഒരു സിസ്റ്റം വഴിയായിരിക്കും. അതിലൊന്നും ഡയറക്റ്റ് ടച്ച് ആയിരിക്കും ഉണ്ടാവില്ല, അതിന്റെ ഓണർക്ക് അല്ലെ പ്രൊപ്പറേറ്റർക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇങ്ങനത്തെ കൂടുതൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് നടക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ചാൻസസ് ആണ്. ഒന്നല്ലെങ്കിൽ നമ്മളുടെ ഒമിറ്റ് ചെയ്യുക, അതായത് എൻട്രി ചെയ്യുക, ക്യാഷ് റെസിപ്റ്റിന് ക്യാഷ് പേയ്മെന്റ്സിന്റെ ഒക്കെ എൻട്രീസ് അവർ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണോ അതിനേക്കാൾ കുറച്ച് കാണിക്കുക. എത്രയാണോ എമൗണ്ട് കിട്ടിയത് അതിനേക്കാളും കുറച്ച് കാണിക്കുക. അല്ലെങ്കിൽ എൻട്രിയും ഫിക്റ്റീഷ്യസ് പേയ്മെന്റ്സ്, ഇല്ലാത്ത അല്ലെ എന്തെങ്കിലും ഒരു നടന്നിട്ടില്ലാത്ത എന്തെങ്കിലും പേയ്മെന്റ്സ് നടന്നു എന്ന് കാണിക്കുക. ഓക്കെ, ഇത് മൂന്നാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ സെപ്പറേഷൻ ഓഫ് ക്യാഷ് റെസിപ്റ്റ് പറഞ്ഞാൽ നമ്മളൊരു ക്യാഷ് സെയിൽ നടത്തി. ആ ക്യാഷ് സെയിൽ ആയതുകൊണ്ട് ക്യാഷ് റിസീവ് ചെയ്തു. പക്ഷെ അതിന്റെ ക്യാഷ് മെമ്മോസും വൗച്ചേഴ്സും ഒക്കെ സപ്രസ് ചെയ്തിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ കാണിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ക്യാഷ് സെയിൽസ് അറ്റ് ₹50,000 ആണെങ്കിൽ അങ്ങനെ ട്രാൻസാക്ഷനെ കാണിക്കണില്ല. അതിന്റെ ക്യാഷ് മെമ്മോസും വൗച്ചേഴ്സും ഒക്കെ സപ്രസ് ചെയ്തിട്ട് ആ ഒരു ക്യാഷ് ആ ഒരു അക്കൗണ്ടന്റ് സ്വന്തമായിട്ട് എടുക്കുക. അതാണ് ഒരു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ടീമിംഗ് ആൻഡ് ലാഡിങ്. അതായത് ടീമിംഗ് ആൻഡ് ലാഡിങ്ങിൽ വളരെ കോമൺ ആയി കാണുന്ന ഒരു മിസ്അപ്രോപ്രിയേഷൻ ആണ് ക്യാഷിന്റെ കാര്യത്തിൽ. അതായത് ഒരു ഡെപ്റ്റർ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തു. ആ ക്യാഷ് റിസീവ് ചെയ്ത കാര്യം ആ ഒരു അക്കൗണ്ടന്റ് മെൻഷൻ ചെയ്തിട്ടില്ല, എൻട്രി ചെയ്തില്ല. എന്നിട്ട് വീണ്ടും വേറൊരു ഡെപ്റ്റർ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഡെപ്റ്റർ പേരിൽ ഈ ഒരു എമൗണ്ട് എൻട്രി ചെയ്യുക, റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ എന്നൊരു ആള് ₹5,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാതെ ബി എന്നൊരാള് വീണ്ടും ₹5,000 ബിയുടെ ₹5,000 ആണ് കൊടുത്തിട്ടുണ്ടാവുക. ആ കാശ് എന്റെ പേരിൽ റെക്കോർഡ് ചെയ്യുക. അപ്പൊ അടുത്തൊരാൾ വരുമ്പോൾ ചെയ്ത കാശ് രണ്ടാമത്തെ ആളുടെ പേരിൽ റെക്കോർഡ് ചെയ്യുക. ഈ ഒരു പോസ്റ്റിങ്ങിനെയാണ് എന്താ ടീമിംഗ് ആൻഡ് ലാഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ,
പിന്നെ അതേപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ക്യാഷ് മിസ്അപ്രോപ്രിയേഷന്റെ കേസ് പറയുന്നത് എന്താണ്, നമുക്ക് അൺയൂഷ്വൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും പേയ്മെന്റ്സ് ഉണ്ട്, റെസിപ്റ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും കമ്പനിയിൽ വേസ്റ്റ് ഉണ്ടാവും, ആ വേസ്റ്റ് സെയിൽ നടത്തിയ വഴി നമുക്ക് കിട്ടിയ കാശ്, അതൊന്നും എപ്പോഴും നടക്കണില്ല. വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ 2-3 വർഷം നടക്കുമ്പോൾ ഉണ്ടാവുന്ന കമ്പനിയിൽ വരുന്ന വേസ്റ്റോ പേപ്പേഴ്സോ ഒക്കെ പടം കൊടുത്തു, അതിനൊരു എമൗണ്ട് കിട്ടി. അപ്പൊ അത് യൂഷ്വലി വരുന്ന ഒരു എൻട്രി അല്ല. അപ്പൊ അത് കാണിക്കാതിരിക്കുക. അത് വഴി കിട്ടി. ഫോർ എക്സാമ്പിൾ, വേസ്റ്റ് എല്ലാം കൂടി കൊടുത്തപ്പോൾ പേപ്പർ വേസ്റ്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റേഴ്സ് അത് കൊടുത്തപ്പോൾ 10,000 rupees അത് വഴി കിട്ടിയത്, അത് എൻട്രി ചെയ്യാതെ ക്യാഷ്യർ എടുക്കുക. അതല്ലെങ്കിൽ നമ്മളുടെ റിട്ടേൺ ഓഫ് ചെയ്ത ഏതെങ്കിലും ബാഡ് ഡെപ്റ്റ്സ്, കിട്ടാക്കടായി നമ്മൾ എഴുതി തള്ളിയ ബാഡ് ഡെപ്റ്റ്സിന് ഡെപ്റ്റർ ആ എമൗണ്ട് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കിട്ടാക്കടായിട്ട് ഓൾറെഡി കമ്പനി എഴുതി തള്ളിയതല്ലേ, അപ്പൊ ആ എൻട്രി കാണിക്കാതെ ഈ ഒരു അക്കൗണ്ടന്റ് ആ ക്യാഷ് സ്വന്തം പോക്കറ്റിലേക്ക് ഇടുക. അതേപോലെ തന്നെയാണ് ഫിക്ടീഷ്യസ് പേയ്മെന്റ്സ്, അതായത് ഇല്ലാത്ത എന്തെങ്കിലും പേര്, ഇപ്പൊ ഡൊണേഷൻ കൊടുത്തു, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കാശ് കൊടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു എൻട്രി ഉണ്ടാക്കിയിട്ട് ആ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി 50,000 rupees കൊടുത്തു എന്ന് പറയാം. എന്നിട്ട് അങ്ങനെ ഒരു ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാതെ ആ എമൗണ്ട് ക്യാഷ്യർ എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് തറോ ആയിട്ട് തന്നെ നമ്മൾ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണം. അതായത് ക്യാഷ് ബുക്ക് വിത്ത് റഫ് ക്യാഷ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണ്ടാവും കമ്പനി. അപ്പൊ മെയിൻ ക്യാഷ് ബുക്ക് റഫ് ക്യാഷ് ബുക്ക് കൊണ്ട് ചെക്ക് ചെയ്യണം. അതേമാതിരി സെയിൽസ്മാൻസ് റിപ്പോർട്ട് ഉണ്ടാവും, അത് ചെക്ക് ചെയ്യുക. കൗണ്ടർ ഫോയിൽസ്, റെസിപ്റ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയിൽസ് ഓഫ് റെസിപ്റ്റ് ബുക്സ് ചെക്ക് ചെയ്യുക. ഏജന്റ് റിട്ടേൺസ് ചെക്ക് ചെയ്യുക. സാലറി ബുക്ക്, ഇൻവോയ്സ്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയി ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ഓഡിറ്റർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് റെസിപ്റ്റും പേയ്മെന്റ്സിന്റെ ട്രാൻസാക്ഷൻ അല്ലെ ക്യാഷിനോട് റിലേറ്റ് ചെയ്ത റെസിപ്റ്റും പേയ്മെന്റ്സ് ഒക്കെ സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ട്. അതായത് ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു റെസിപ്റ്റ് പേയ്മെന്റ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ ആ റെസിപ്റ്റ് പേയ്മെന്റ്സ് പോയിട്ട് മാത്രമേ അത് സാങ്ഷൻ വരുള്ളൂ, പേയ്മെന്റ്സ് നടത്തണമെങ്കിൽ സാങ്ഷൻ വരുള്ളൂ. അങ്ങനെയുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരിക. ഒരാളാണ് മേടിക്കണമെങ്കിൽ വേറൊരാളാണ് അത് ഓതറൈസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സിസ്റ്റം വന്നു കഴിഞ്ഞാൽ കുറേയും കൂടി ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം, ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം കമ്പനിയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിന്റെ ചാൻസസ് നമുക്ക് വളരെ അധികം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയും മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. നേരത്തെ ക്യാഷിന്റെ തട്ടിപ്പെങ്കിൽ ഇവിടെ എന്താണ്, ഗുഡ്സിന്റെ ആണ് തട്ടിപ്പ് വരുന്നത്. അത് എംപ്ലോയീസ് മേ സ്റ്റീൽ ഗുഡ്സ് ആൻഡ് സ്റ്റോർസ്. ഇവിടെ എംപ്ലോയീസ് ഗുഡ്സ് സ്റ്റീൽ ചെയ്യുക, തെഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യണമെങ്കിൽ അതിനെ പറയും മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. അത് എത്രയാണോ വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സ് എങ്കിൽ അതിന്റെ ലെസ് ക്വാണ്ടിറ്റി കാണിക്കുക സ്റ്റോറിൽ. ഇപ്പോൾ ഒരു 10 ഗുഡ്സ് 100 ടെൻസിന്റെ ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100നെ ഇപ്പൊ 90 ടെൻസിന്റെ ഗുഡ്സ് ഉള്ളൂ സ്റ്റോറിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അങ്ങനെയല്ല, ലെസ് ക്വാണ്ടിറ്റി കാണിച്ചിട്ട് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര വരുന്ന അത് ഇവര് പേഴ്സണലി എടുക്കുക. അങ്ങനെ വരുന്നതാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വൽ തെഫ്റ്റ് ആണ്. നമ്മൾ ശരിക്കൊരു മോഷണം, അതാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ വേറൊരു ഇവർ ചെയ്യുന്ന ഒരു മെത്തേഡ് പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂയിങ് ഫിക്റ്റീഷ്യസ് ക്രെഡിറ്റ് നോട്ട് ടു കസ്റ്റമേഴ്സ്. ഇല്ലാത്ത കസ്റ്റമേഴ്സിന്റെ പേരിൽ ഇവർ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ട് ആ ഗുഡ്സ് ഇവരെടുക്കുക. ഒന്നല്ലെങ്കിൽ ലെസ് ക്വാണ്ടിറ്റി കാണിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത ക്രെഡിറ്റ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ബേസിൽ ഇവരെ ഗുഡ്സ് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൽ വരുന്നത്. ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറയുന്നത് വളരെ അധികം ഡിഫിക്കൽട്ട്. ഇറ്റ് കനോട്ട് ഈസിലി ബി ഡിറ്റക്റ്റഡ്. ഓക്കെ, ഇത് ഡിറ്റക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻവേർഡ് രജിസ്റ്റേർഡോ ഔട്ട്വേർഡ് രജിസ്റ്റേർഡോ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ, എത്ര ഗുഡ്സ് കമ്പനിയുടെ അകത്തേക്ക് വന്നു, എത്ര ഗുഡ്സ് കമ്പനിയുടെ പുറത്തേക്ക് പോയി എന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നേരത്തെ പറഞ്ഞ എഫക്റ്റീവ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. നേരത്തെ പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ എംപ്ലോയീസ് ചെയ്യുന്ന പല തെറ്റുകളാണ് പറഞ്ഞത്. പക്ഷേ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് ഈ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ആവാം, മാനേജേഴ്സ് ആവാം, അല്ലെങ്കിൽ ആ കമ്പനിയോട് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിരിക്കും ഇങ്ങനൊരു അക്കൗണ്ട്സിന് മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടാവുക. ഓക്കെ, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടാവുക? പേ ഹയർ ഡിവിഡൻഡ്, പ്രോഫിറ്റ് കൂടുതൽ കാണിച്ചിട്ട് ഹയർ ഡിവിഡൻഡ് പേ ചെയ്യാൻ വേണ്ടിയിട്ടും,
അല്ലെ പ്രോഫിറ്റ് കുറവ് കാണിച്ച് ഹയർ ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ കാണിച്ച് ഫ്യൂച്ചറിൽ ബാങ്ക് ക്രെഡിറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹയർ കമ്മീഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നത് ടാക്സ് പേയ്മെന്റ് ലെസ് കുറച്ച് ടാക്സ് മാത്രം അടക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഈ കമ്പനി ഇത്രയും സക്സസ് ആയി പോകുന്നുണ്ട് എന്നറിയുമ്പോൾ പുതിയ ഇവർക്ക് കോമ്പറ്റേറ്റേഴ്സ് മാർക്കറ്റിൽ എൻട്രി ചെയ്യാം അങ്ങനെ പുതിയ ബിസിനസ്മാൻസിനെ എൻട്രി ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവുക ഇവര് ലെസ് പ്രോഫിറ്റ് കൂടുതൽ പ്രോഫിറ്റ് കാണിക്കുമ്പോൾ എന്താ ഉണ്ടാവുക കുറച്ചുകൂടി ഡിവിഡൻഡ് ഹയർ പേ ചെയ്യാൻ ഇവരെ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് വാല്യൂ കൂടും അതേപോലെ ഇവർക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ് അത് കൂടും ഇവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും പ്രോഫിറ്റ് കുറച്ച് കാണിക്കുമ്പോൾ എന്താ ഇവർ ടാക്സ് കൊടുക്കേണ്ടത് കുറഞ്ഞു കിട്ടും പുതിയ ആൾക്കാരും ഈ ഒരു ഫീൽഡിൽ ഇത്ര ഇവർക്ക് പ്രോഫിറ്റ് ഉള്ളെങ്കിൽ നമ്മൾ അതിൽ എൻട്രി ചെയ്തിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് പുതിയ എൻട്രൻസസ് അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ ഷെയർ പ്രൈസ് ഇവർക്ക് കുറച്ചും കൂടി ലോ പ്രൈസിൽ ബൈ ചെയ്യാൻ ടു ബൈ മോർ ഷെയർസ് അറ്റ് ലോവർ പ്രൈസ് അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിന് മാനിപ്പുലേഷൻ ഡയറക്ടേഴ്സ് ആവും മാനേജേഴ്സ് ആവും അതിനോട് റിലേറ്റഡ് ആയിട്ട് റെസ്പോൺസിബിൾ പേഴ്സൺസ് ആണ് ഒരിക്കലും സബോർഡിനേറ്റ് അല്ല ഇത് ചെയ്യുന്നത് അപ്പം അതുവഴി ഇവർക്ക് പ്രോഫിറ്റിൽ വേരിയേഷൻ വരുത്തുകയാണ് പ്രോഫിറ്റ് കൂട്ടുകയോ പ്രോഫിറ്റ് കുറക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ് ഇവരെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ വഴി ഓഡിറ്റർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടല്ല ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് വഴി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ